ഒന്ന് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഒരുപാടങ്ങ് അരയ്ക്കണ്ട, ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ പപ്പായ ഏതാണ്ടൊക്കെ മുക്കാൽ വേവാവുന്നു. പക്ഷേ അല്ലാതെ ഈ വേവാൻ വേണ്ടി തന്നെ നമ്മൾ നന്നായിട്ട് വേവാൻ വേണ്ടി തന്നെ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ലേശം ആഡ് ചെയ്യാം. ഇത്തിരിയൊന്നും വേണ്ട, ഉപ്പൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് ഈ ഒന്ന് കുറച്ച് വെച്ച് നന്നായിട്ട് വേവണം. അതെ, ഇത് വരുന്നേ ഉള്ളൂ. എങ്കിലും അത് വേവിൽ ഉപ്പ് പിടിക്കാനായിട്ട് നമ്മൾ കഷ്ണങ്ങളിൽ ഉപ്പ് പിടിക്കണം. അതിലേക്ക് നമ്മൾ ഉപ്പിത്തിരി തിളച്ച ശേഷം ഇതുപോലെ ആഡ് ചെയ്യുക. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ ഏതാണ്ട് നന്നായിട്ട് വെന്തിട്ട് വറ്റിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് തീ ഒന്ന് ഓഫ് ചെയ്യാം. നമ്മളിവിടെ തേങ്ങ നന്നായിട്ട് അരച്ച് വെച്ചിട്ട്